നമ്മുടെ തങ്ങളുടെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ഓണപ്പാട്ടാണ്, വലിയ വൈറലാണ്. തങ്ങൾ പാടിയ തിരുവോണത്തിന് നമ്മുടെ തങ്ങൾ പാടിയ ആ ഒരു പാട്ട് ഞാൻ വെക്കാം. അതിനുശേഷം തങ്ങളുടെ ഒരു സ്പീച്ച് ഉണ്ട്. ആ ഒരു സ്പീച്ചിൽ തങ്ങളോട് ചോദിച്ച ചോദ്യം, അന്ന് കെ എം ഷാജി മതമാണ് പ്രശ്നം, മതം 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 മതമാണ് പ്രശ്നം, ആ ഒരു സ്പീച്ചിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അത് അന്ന് വലിയ വിവാദമാണ്. ആ ഒരു വിവാദം ഇന്നും ചർച്ചയാവുന്നുണ്ട്. കെ എം ഷാജി എന്തിനാണ് അങ്ങനെ പ്രസംഗിച്ചത്? അപ്പോൾ തങ്ങളോട് ചോദിച്ചു, ആ ഒരു പ്രസംഗം ശരിയായോ? കെ എം ഷാജി എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസംഗിച്ചത്? തങ്ങള് അതിന് ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരുന്നുണ്ട്. ആ ഒരു മറുപടിയും കൂടി ഞാൻ വെക്കാം. പിന്നീട് സന്ദീപ് വാര്യരുടെ നബിദിന പ്രസംഗമുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. തങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, തങ്ങളുടെ നിലപാടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, തങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഒരു കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ മടി? ഈ ഒരു കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് ഞെക്കിയാൽ എന്താ പ്രശ്നം? ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം പറയാം. ഇന്നലെ കുറേ ഹൈന്ദവ സുഹൃത്തുക്കൾ, എൻ്റെ ഫോളോവേഴ്സ് ഫേസ്ബുക്കിൽ കുറേ മെസ്സേജ് അയച്ചു. അതായത് നബിദിന റാലിയിൽ നല്ലവരായ ഹൈന്ദവര് പായസം കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കുറേ ഹൈന്ദവര് എന്നോട് നന്ദി പറഞ്ഞിട്ടും, ബ്രോ നീയാണ്, അതായത് ഈ നാടിൽ തമ്മിൽ തല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നീ. നല്ല രീതിക്ക് എല്ലാവരും ചെയ്യുന്ന വീഡിയോ, അതായത് മുസൽമാൻ ചെയ്യുന്ന നല്ലതും, ഹിന്ദു ചെയ്യുന്ന നല്ലതും, ക്രിസ്ത്യൻ ചെയ്യുന്ന നല്ലതും, 3 പേര് ചെയ്യുന്ന നല്ലതും കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് കുറേ ഹൈന്ദവർ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ രീതിയിൽ നന്ദി പറയുകയാണ്. നമുക്ക് ആദ്യം തങ്ങളുടെ വിഷയത്തിലേക്കൊക്കെ കിടക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം. ഞാൻ എൻ്റെ വീട്ടിൽ പെരുന്നാൾ ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ മുസ്ലിം വീട്ടിൽ കൊടുക്കൂല. എന്തുകൊണ്ട്? അന്ന് എല്ലാ മുസ്ലിം വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ എൻ്റെ പരിസരത്ത് ഒരുപാട് ഹിന്ദു വീടുകളുണ്ട്. അപ്പോൾ ഒരാളെ നിർത്തിയിട്ട് ബിരിയാണി ഉണ്ടാക്കും, പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. അവർക്ക് ബീഫ് കഴിക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ബീഫ് കഴിക്കുന്നവരുണ്ടെങ്കിലും ഭൂരിപക്ഷം ബീഫ് കഴിക്കാത്തവരാണ്. അപ്പൊ ഞാൻ എല്ലാ പെരുന്നാൾക്കും, ഈ പെരുന്നാളടക്കം, എന്റെ പരിസരത്തുള്ള ഒരു കുക്കിനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ഹിന്ദു വീട്ടിൽ കൊടുത്തേക്കും. കാരണം കഴിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാണ്. പെരുന്നാളായിട്ട് ഉസ്താദിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലോ. അവര് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കും. ഉസ്താദിന് എന്തെങ്കിലും കൊടുക്കണം. പായസമായിട്ടും അടപ്രഥമനായിട്ടും ഇങ്ങനെ പല സാധനം ഉണ്ടാക്കി അവർ എൻ്റെ അടുത്ത് കൊണ്ടുതേക്കും. ഞാനെൻ്റെ കുട്ടികൾ കഴിക്കും. കാരണം അവര് നമ്മളൊക്കെ, അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ആണ്ടതുണ്ടല്ലോ. ഓക്കെ, ഇതല്ലേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ, കുറേ മനുഷ്യന്മാര്, കുറേ വ്ളോഗർമാരൊക്കെ ഇപ്പോൾ മുസ്ലിമിങ്ങൾ ചെയ്യുന്ന തെറ്റ്, ഉസ്താദന്മാർ ഇപ്പോൾ ഓണം ആഘോഷിക്കണ്ടെന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞാൽ അത് വെച്ചിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ ഹിന്ദുക്കൾ ചെയ്യുന്ന തെറ്റ് മാത്രം വിളിച്ച് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു വ്ളോഗർമാരെ, നിങ്ങളോട് ഒരു കാര്യം പറയാം. നല്ലത് പ്രചരിപ്പിക്കൂ, അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ പ്രചരിപ്പിക്കൂ, അതാണ് വേണ്ടത്. 3 ദിവസത്തെ ദുന്യാവാണ്. എന്തിനാണ് തമ്മിൽ തല്ലി ചാവുന്നത്? നമ്മളെല്ലാവരും ഒന്നല്ലേ, ഒരു ചോരയല്ലേ? ഓക്കെ, നമുക്ക് തങ്ങളുടെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തങ്ങളുടെ പാട്ട് കേൾക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ, പൂവിളി പൂവിളി പൊന്നോണമായി. ഓക്കെ, തങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി തങ്ങളുടെ ആ ഒരു സ്പീച്ച് ഒന്ന് കേൾക്കാം. മുൻ MLA ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. മതമാണോ പ്രശ്നം? ഷാജി ഉദ്ദേശിച്ചത് മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി, അത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. തൻ്റെ വിശ്വാസത്തെ ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു യഥാർത്ഥ മതവിശ്വാസി എല്ലാവരെയും അംഗീകരിക്കുന്നു, എല്ലാവരോടും സഹോദര തുല്യമായ രീതിയിലുള്ള ഒരു സഹജീവി സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റമാണ്. അപ്പം മതം എന്നത് ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണത്തിൽ അതൊരു ശുശ്രൂഷയാണ്. അത് സാമൂഹ്യമായിട്ടുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് മതം എന്നുള്ളത്. അപ്പം അതിനെ മാറ്റി നിർത്താൻ ഒരു മുസൽമാന് സാധിക്കുകയില്ല. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, മതം അദ്ദീനു നസീഹ എന്ന് പറയുന്നത്, അതായത് മതം എന്നുള്ളൊരു ഗുണകാംക്ഷയാണെന്നുള്ളതാണ്. ഗുണകാംക്ഷ മനോഭാവത്തോടെ അല്ലാതെ ഒരു മുസൽമാന് ജീവിതമില്ല, പെരുമാറാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്.
എനിക്കിപ്പോൾ എൻ്റെ വിശ്വാസം ഉണ്ടാവും. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അതേ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ച് തരേണ്ടത് ഒരു മുസ്ലിമായ എൻ്റെ കടമയാണ്. നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തിന് ഞാൻ ഒരിക്കലും കൈയിട്ട് വരാൻ പാടില്ല. നിങ്ങളുടെ ആരാധന രീതികൾ, അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ ആചാരങ്ങൾ ഇതെല്ലാം സുഗമമായി നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് തടഞ്ഞു നിർത്താനുള്ള ഒരു അവകാശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേ അവസരത്തിൽ അത് മതനിരാസവുമല്ല. മുസ്ലിം ലീഗ് മതത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നവർ എന്താണ്? അവരാഗ്രഹിക്കുന്ന മതനിരാസമാണ്. രാഷ്ട്രീയത്തിൽ മതം പാടില്ല എന്നുള്ളതാണ്. അതല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിൽ മതത്തിന്റെ സ്വാധീനം അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഗുണകാംക്ഷയോടെയുള്ള പ്രവർത്തനത്തിന് നമ്മെ അത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മതത്തെ മാറ്റി നിർത്താൻ ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലായത്. നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം. ഒരു പ്രീസ്റ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രീസ്റ്റ് അൻസാരി സുഹരി ഉസ്താദും ശശികല ഓണം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ഓണം ആഘോഷിക്കാമോ? അതും കൂടി ഈ ഒരു പ്രീസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പ്രീസ്റ്റിന്റെ ആ ഒരു പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് സന്ദീപ് വാര്യരുടെ നബിദിന പ്രസംഗം കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഓണം നബിദിന ആശംസകൾ. നബിദിനം കൂടിയാണെന്ന് പ്രത്യേകത. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസ് ആണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു നബിദിന റാലിക്ക് പോകുന്ന കുട്ടികളുടെ ഷൂവിൽ ചളി പുരണ്ടപ്പോ ഓടി വന്നിട്ട് അത് ആ ഷൂ തുടച്ചു കൊടുക്കുന്ന ഗീത ചേച്ചിയുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. പിന്നീട് പാലക്കാട് തന്നെ മറ്റൊരു സ്ഥലത്ത് മാവേലി വന്നിട്ട് നബിദിന റാലി സ്വീകരിക്കുന്നു. അപ്പം വാസ്തവത്തിൽ ഇതാണ് കേരളം. എത്ര മനോഹരമായിട്ടുള്ള ഒരു നാട്. ജനങ്ങൾ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് പാരസ്പര്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സൗഹാർദ്ദത്തോടു കൂടി പങ്കുവെച്ച് കഴിയുന്ന ഒരു നാട്. ഇത് തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത്. ഒരുപാട് സന്തോഷം. ഇന്നിപ്പം ഓണം ഉത്രാടമായിട്ട് തൃക്കരിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും എന്റെ നാട്ടിലെ എന്റെ കൂടെയുള്ള ആളുകളും ഒക്കെ കുറച്ചുപേര് വന്നിട്ടുണ്ട്. ഞങ്ങള് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ്, അതായത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, 100, അതായത് നമ്മൾ 100-ൽ 90% നമ്മൾ കണ്ടത് സൗഹാർദ്ദമാണ്. ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഈ പറയുന്ന ഹിന്ദുക്കളും നമ്മളെല്ലാവരും നബിദിനവും ഓണവും ഒക്കെ അടിച്ചു പൊളിച്ചാണ്. ഒരു ജാതി മതഭേദമില്ലാതെ ഒരു 10% നമുക്ക് മാറ്റാൻ മതി. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലും ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും ഉണ്ട്. ഓക്കെ, അതിനൊന്നും ഞാനൊന്നും പറയുന്നില്ല. അവരവരുടെ ഇഷ്ടമാണ്. മതം എന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുന്നതും അവരവരുടെ ഇഷ്ടമാണ്. നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, പ്രീസ്റ്റിന്റെ ഒരു പ്രസംഗം ഓണപ്രസംഗമാണ്. നമുക്ക് അത് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ശശികല ടീച്ചറായ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുമില്ല, ഒരു പരിചയമില്ല. പക്ഷേ ടീച്ചർ ആ പറഞ്ഞത് ഇച്ചിരി മോശമായി പോയി, ഇച്ചിരി കടന്നുപോയി. ടീച്ചർ ഉറപ്പായിട്ടും ഞങ്ങളുടെ മതത്തിലെ കുറച്ച് ധ്യാനഗുരുക്കന്മാരോടും കുറച്ച് ധ്യാനം നയിക്കുന്ന സിസ്റ്റേഴ്സിനോടും പിന്നെ എന്താ പറയുക, ഭയങ്കര വിശ്വാസികളാണെന്ന് വിചാരിക്കുന്ന കുറേ പേരോടും എന്തായാലും ടീച്ചർ മാപ്പ് പറയണം. പിന്നെ ഞങ്ങളോട് മാത്രം പറഞ്ഞാൽ പോരാ, ചില ഉസ്താദുമാരുണ്ട്, ചില താത്തമാരുണ്ട്, ഇവരോടും എന്തായാലും ടീച്ചർ മാപ്പ് പറയണം. കാര്യം എന്താണെന്നായിരിക്കും ടീച്ചർ ആലോചിക്കുന്നത്. ടീച്ചറെ എന്താ സംഭവം വെച്ചാൽ ഞാൻ രഹസ്യമായി പറഞ്ഞുതരാം. ടീച്ചർ, ഞങ്ങളുടെ ഈ ധ്യാനഗുരുക്കന്മാരും ചില സിസ്റ്റേഴ്സും ഈ മതം മാത്രം ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറച്ച് പേരും ചില ഉസ്താദുമാരും താത്തമാരും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഈ ഓണം എന്ന് പറയുന്നത് കേരളം മഹാബലി ഭരിച്ചതിൻ്റെ ഓർമ്മയാചരണമായതുകൊണ്ട് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിനും മതത്തിനും എതിരാണെന്നാണ്, ദൈവപ്രമാണ ലംഘനമാണെന്നാണ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഇവരിങ്ങനെ കയറി വന്നപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ശരിയാവുന്നത്? അവരങ്ങ് കയറി വന്ന ബിൽഡപ്പ് ടീച്ചർ ഒറ്റയടിക്ക് അങ്ങ് തകർത്ത് കളഞ്ഞില്ലേ ചരിത്രം ചോദിച്ചുകൊണ്ട്. ഇപ്പം സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് പേർക്ക് സംഭവം അറിയത്തില്ലല്ലോ. ഇതൊന്ന് കേട്ടു നോക്ക് ടീച്ചർ പറഞ്ഞെന്താന്ന്. മഹാബലി വരുന്നു എന്നുള്ളൊരു ധാരണ എങ്ങനെയോ അത് ഇടക്കാലത്ത് വന്നൊരു ട്വിസ്റ്റാണ്. പലരും അതിൽ കയറി കൊളുത്തിയെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുക. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത്. അത് ഏത് പുരാണാലും ഇതിഹാസമാകാം. അതിന്റെ പിൻബലമുള്ളൊരു വഴി മഹാബലി കേരളം ഭരിച്ച ചക്രവർത്തിയല്ല. ഇപ്പം എങ്ങനെ ഇരിക്കണു? എന്തൊക്കെയായിരുന്നു ഇവിടെ മഹാബലി ഭരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ക്രിസ്ത്യാനികൾ ആചരിക്കാൻ പാടില്ല, മുസ്ലിംസ് ആചരിക്കാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ക്രിസ്ത്യാനിയും മുസ്ലിംസും ഈ ഓണം ഇത്രയും ആഘോഷമായി ആചരിക്കുന്നു, ആഘോഷമായി കൊണ്ടാടുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇതുപോലുള്ള ചില മതവിദ്വേഷ പ്രചരണങ്ങൾ, മതവിദ്വേഷ വിമർശനങ്ങൾ ഈ മതമേലധ്യക്ഷന്മാരിൽ നിന്നും മത നേതാക്കന്മാരിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ വർഷത്തെ ഓണം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഈ വർഷത്തെ ഓണം ആഘോഷങ്ങൾ നോക്കിയാൽ മതി. കോളേജുകളിലൊക്കെ നടന്നത് എത്രയോ കുട്ടികളാണ്, മുസ്ലിം കുട്ടികളാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് ഓണപ്പരിപാടിയിൽ പങ്കെടുത്തത്. കാരണം ഒരു താത്തയുടെ ഒരു ചെറിയൊരു ഡയലോഗ് അതിൽ പോയി.
അതുപോലെ ക്രിസ്ത്യൻ പള്ളികളിൽ നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ അവരുടെ വീഡിയോസ് ഒന്നും എടുത്ത് ഞാനിത് ഇതിനകത്തേക്ക് പ്രദർശിപ്പിക്കുന്നില്ല. ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ അത് പാതാളത്തിലേക്ക് പോയ ആൾക്കുള്ള വരവേൽപ്പാണോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പാതാളത്തിലേക്ക് പോയ ആളോടുള്ള ആദരവാണോ? ദയവ് ചെയ്ത് ഒരുമിച്ച് പരസ്പര സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നവർ അവരങ്ങനെ ജീവിച്ചോട്ടെ. അതിൻ്റെ ഇടയിൽ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരും പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. അത് ധ്യാനഗുരുക്കന്മാരായ അച്ഛന്മാരായാലും സിസ്റ്റേഴ്സായാലും ഉസ്താദുമാരാണെങ്കിലും താത്തമാരാണെങ്കിലും പൂജാരി ആണെങ്കിലും ആരായാലും മനുഷ്യത്വം അത് ഈ ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, പ്രീസ്റ്റിന്റെ ഈ ഒരു പ്രസംഗം ഇങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. ഇനി നമ്മൾ എന്തിനാണ് പൊന്നു പ്രേക്ഷകരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ മതം എന്താണോ പറയുന്നത്, ഇപ്പോൾ ഹൈന്ദവ മതത്തിൽ എന്താണോ ചട്ടങ്ങൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. ക്രിസ്ത്യാനി മതത്തിൽ എന്താണോ ചട്ടം അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. പിന്നെ ഈ പറയുന്ന മുസ്ലിം മതത്തിലും സെയിം ആണ്. ഓക്കെ, പിന്നെ അത് അനുസരിക്കാതെ ജീവിക്കാനുള്ള അധികാരവും ഈ രാജ്യത്തുണ്ട്. ഓക്കെ, അത് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓണം നബിദിന കോണ്ടന്റ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.